Hi dear friends, this is a kidding night. Muyal Irachi puttu. That's High Court Junction. Ernakulam High Court Junction. There is a Vallarpadam route. Chathiyath road. There is a right. So, we will go. This is Vallarpadam route. But we will go this junction is Chathiyath road. That is the Queen's walkway. This is Pachalthekku. ഏകദേശം കടയുടെ അടുത്തെത്തി. അപ്പോൾ നമ്മുടെ തട്ടുകടയിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ തട്ടുകടയുടെ ആള്. എന്താണ് പേര് പറ. ആൽബിൻ അല്ലേ? ഇവിടെ പുട്ടും മുയൽ റോസ്റ്റ്, മുയൽ കാന്താരിമുളക്, മുയൽ കൊണ്ടാട്ടം, അങ്ങനെയുള്ള മുയലിന്റെ വിഭവങ്ങളാണ് ഉള്ളത്. അതെ, മുയലിന്റെ 3 ഐറ്റംസ് ആണ് ഈ കാണുന്നത് അല്ലേ? അതെ. ഇതാണോ കാന്താരിമുളക്? ഇത് കാന്താരിമുളക്, ഇത് മുയൽ കൊണ്ടാട്ടം, മുയൽ റോസ്റ്റ്. പിന്നെ ഓരോ മന്ത്ലി നമ്മൾ മുയലിന്റെ പുതിയ വിഭവങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തുടങ്ങിയിട്ട് 3 മാസമായി. ആദ്യം റോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കൊണ്ടാട്ടം വന്നു, അത് കഴിഞ്ഞ് കാന്താരി വന്നു. ഓരോ മന്ത്ലി പുതിയ ഡിഷുകൾ മുയലിന്റെ തന്നെ സ്പെഷ്യൽ ഇങ്ങനെ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കും. അതെ, ഇപ്പൊ പുട്ടിന്റെ ഒരു ഐറ്റമാണ് കൊണ്ടാട്ടം അല്ലേ? ഇത് കാന്താരി എങ്ങനെയാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കാരണം എന്താ പറയുക, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ മുയൽ കടയെന്ന് പറയും, പക്ഷെ ഇറച്ചി അതിനൊക്കെ എത്ര കാശമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യം മിക്ക റിവ്യൂസിലും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുറന്ന് ചോദിക്കുകയാണ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രൈസ് കൂടി പറഞ്ഞു തന്നാൽ. ഈ മുയൽ കാന്താരിമുളക് 230 ആണ്. 230 6 പീസ് 1 പ്ലേറ്റ് പാളപ്പാത്രത്തിൽ. പിന്നെ മുയൽ കൊണ്ടാട്ടവും സെയിം തന്നെ ക്വാണ്ടിറ്റിയാണ്. മുയൽ റോസ്റ്റ് ഇത് രണ്ടും 230. ഇത് 170 ആണ്. മുയൽ റോസ്റ്റിന് 170 അല്ലേ? അതെ, 170 മുതൽ 230 വരെ ഉണ്ട് അല്ലേ? പുട്ടാണ് ഇതിന്റെ കൂടെയുള്ള ഐറ്റം അല്ലേ? പുട്ടുണ്ടാവും, പാലപ്പം ഉണ്ടാവും. ഇന്നിപ്പോ പുട്ടാണുള്ളത്. ഇന്ന് വന്നപ്പോഴത്തേക്കും നമുക്ക് പാലപ്പത്തിനുള്ള ഭാഗ്യമില്ല, പുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനൊപ്പം കട്ടൻ ചായ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പുതിന ചായ ഉണ്ട്, കട്ടൻ ചായ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഐറ്റം. നമുക്ക് ഇനി ഇവിടുത്തെ പുട്ടൊക്കെ ഒന്ന് അടിച്ചു നോക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരുപാട് കമ്പനിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കാം അല്ലേ? ഞാൻ ആദ്യമായിട്ട് മുയലിനെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതെ, കുറച്ച് മച്ചന്മാർ ഇവിടെ പുട്ടും എന്താ കഴിച്ചു, റാബിറ്റ് കൊണ്ടാട്ടം ഒക്കെ വെച്ചിട്ട് നിൽക്കുന്ന മച്ചനാണ്. എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ്. എവിടെന്ന് പറഞ്ഞു? ഞാൻ കോഴിക്കോട്. മത്തനാപുരത്ത് 10 അത് പറയാൻ പറ്റാത്തോണ്ട് ഞാൻ പറയല്ല. എനിക്കറിയത്തില്ല. എന്താ ഇഷ്ടം? നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണോ അതോ പഠിക്കണോ? ഒരുമിച്ച് പഠിച്ചതാണ്. എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നിച്ച് പഠിച്ചാണ്. ഒരു കോഴ്സിനെ പഠിക്കാൻ ഒന്നിച്ച് വീണ്ടും. അപ്പോൾ എന്നാലും സന്തോഷം. ചൂട് പുട്ടിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മച്ചാൻ പേരെന്താണ്? ഡാൽവിയാണ് നമ്മുടെ പുട്ടിൻ്റെ ആള്. ഡാൽവി ഇതിൻ്റെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മച്ചാൻ്റെ പരിചയക്കാരാണ് അല്ലേ? കമ്പനിക്കാരാണ്. ചങ്കാണ്, ചങ്ക്.
അപ്പോൾ അതേ നമ്മൾ പുട്ടും മുയലിറച്ചിയും ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് പുട്ടും മുയലിറച്ചിയും കൊണ്ടാട്ടമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് നോക്കാം. മുയലിറച്ചി നോക്കട്ടെ. ആദ്യമായിട്ടാണ് കേട്ടോ മുയൽ കഴിക്കണം. സംഭവം അടിപൊളിയാണ്, വേറെ ടേസ്റ്റാണ്. കാരണം ചിക്കനും അതുപോലെ ബീഫിനൊക്കെ ഒരു എനിക്ക് സോഫ്റ്റ് ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാവുന്ന ഒരു സംഭവമാണ്. ഒരു കാര്യം പറയാം, ഇപ്പം നമ്മൾ ആദ്യം തന്നെ പ്രൈസൊക്കെ ചോദിച്ചല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞത് 240 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനൊന്ന് ഞെട്ടിപ്പോയി, ചോദിക്കണ്ടായിരുന്നു. നമ്മളെ ഇതിൻ്റെ അകത്ത് ഇവർ വാങ്ങിക്കുന്നത് വെച്ചാൽ ഒരു മീറ്റായിട്ടാണ് വാങ്ങിക്കുന്നത്. ഈ മുയലിൻ്റെ മീറ്റായിട്ടാണ് ഇറച്ചി വാങ്ങിക്കുന്നത്. 1 കിലോ മീറ്റ് ഇറച്ചിക്ക് ഏകദേശം 800 രൂപയ്ക്കടുത്ത് വിലയുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രൈസിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് സാധനം. പിന്നെ മുയലെന്ന് പറഞ്ഞ സാധനം, മുയൽ ഒരെണ്ണമായിട്ട് വാങ്ങിച്ചാൽ അതിൻ്റെ പകുതിയും വേസ്റ്റേജാണ്. വേസ്റ്റേജ് വരുന്നൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അതാണ് ഇത്രയും പ്രൈസും കാര്യമൊക്കെ വരുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ്. മൺചട്ടിയിൽ പാകം ചെയ്ത് മൺപാത്രത്തിൽ വിളമ്പുന്ന പുട്ടും മുയലിറച്ചിയും സംഭവം അടിപൊളിയാണ്. എല്ലാവരും വന്ന് ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ഇത് വിളമ്പുന്നത് മൺപാത്രത്തിൽ തന്നെയാണ്. അതുപോലെ എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മുയൽ സൂപ്പുണ്ട്. ചെറിയൊരു പാത്രത്തിൽ മുയൽ സൂപ്പുണ്ട്. അതിന് 50 രൂപയാണ്. അതുപോലെ പുതിന ചായ ഉണ്ട്. പുതിന ചായ 2 രൂപയുള്ളൂ. അതുപോലെ ഇവിടെ ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. ഈ ഒരു കണ്ടില്ല, എൻ്റെ ബാക്കിൽ തന്നെ കണ്ടാൽ അറിയാം, ഒരു walkway ആണ്. ഇരിക്കാൻ നല്ല വിശാലമായ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം. അതുപോലെ നമുക്കൊന്ന് ഇപ്പോൾ ഇവിടെ 7 മണി മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. The Food Traveler. Explore the tasty world.